മിക്കവാറും അച്ചാർ മുഴുവൻ കൂട്ടി തീർക്കുന്നു. ഹലോ, ഇന്ന് സൺഡേ ആയിട്ട് ആക്ച്വലി കുറേ നേരമായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. രാവിലെ എണീറ്റ് ഫുഡ് കഴിച്ചു, ഫോൺ നോക്കി, ഇത് തന്നെ അവസ്ഥ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തു പോകാം, അപ്പോൾ അതൊന്ന് വ്ളോഗാക്കി എടുക്കണം. ഞാൻ അധികം ലോങ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബിലോ ഒക്കെ 2 ലോങ് വീഡിയോസേ കിടക്കുള്ളൂ. സോ ഞാൻ വിചാരിച്ചു ലോങ് എടുക്കാമോ, ഒന്ന് പുറത്തു പോകുന്നൊരു വീഡിയോ എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ പേരെ വിളിച്ചുകൊണ്ട് പുറത്തു പോകാനുണ്ട്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ചേച്ചി ചേച്ചിയെ വിളിച്ചിട്ടുണ്ട്. ചേച്ചി ഒരു ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമല്ലോ. സോ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ചേച്ചി മീറ്റ് ചെയ്തതിന് ശേഷം കാണാം. പാവി ചെന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ പോയ വഴിക്ക് എനിക്ക് മഴ കിട്ടിയിട്ടോ. അങ്ങനെ ഇതാ മഴയൊക്കെ കൊണ്ട് അവിടെ എത്തി. ഞങ്ങൾ കലൂർ സ്റ്റേഡിയത്തിലാണ് പോയത്. കലൂർ സ്റ്റേഡിയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ അച്ചാർ, അതുപോലെ തന്നെ മാംഗോസ്, വെറൈറ്റീസ് ഓഫ് മാംഗോ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളെല്ലാം ഓരോന്ന് ട്രൈ ചെയ്തു. എനിക്ക് അച്ചാർ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എല്ലാ വെറൈറ്റീസും ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഡേറ്റ്സിൻ്റെ അച്ചാറാണ്. ഡേറ്റ്സിൻ്റെ അച്ചാർ ലൈക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെ. കലൂർ സ്റ്റേഡിയത്തിൽ ചെല്ലുമ്പോൾ അവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിലൂടെ പോകുന്നവർ ഒന്ന് കയറി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് മേടിക്കുക എന്നുണ്ടെങ്കിൽ അതവർക്ക് വലിയ ഉപകാരമായിരിക്കും. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അവർ വെറൈറ്റീസ് ഓഫ് അച്ചാർ ഒത്തിരി അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് കയറി. ഇത് ചിഞ്ചു, ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത കേട്ടോ. ആളിവിടെ ഇല്ല, റിസൈൻ ചെയ്ത ആൾ പോയി. എയർപോർട്ടിൽ ഞങ്ങൾ 3 പേരും ടീംമേറ്റ്സ് ആയിരുന്നു കേട്ടോ, ഈവനിങ് ടീംമേറ്റ്സ്. ബ്രേക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഒരു ചായയൊക്കെ കുടിക്കും. ഞങ്ങൾ 3 പേരും 3 ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് ചേച്ചി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കുറച്ച് കഥകളൊക്കെ പറയുന്നതാണ്. ചായ കുടിക്കാൻ പോണ സമയം ഇവിടെ മിസ് ചെയ്യാം. ഓ ഫുൾ സാഡ്. ഇപ്പൊ ഹാപ്പിയാ ചേച്ചി അല്ലേ? ചേച്ചി ഹാപ്പി ആകും. ബി ഹാപ്പി ഓൾവേസ്. 11ാമത്തെ വർഷമാണ് അല്ലേ? 11ാമത്തെ വർഷമാണ് ഞാൻ ചേച്ചീനെ പരിചയപ്പെടുന്നത്. ചേച്ചി അവിടെ ഏകദേശം ഒരു 4 years ആയിട്ടുണ്ടായിരുന്നു അല്ലേ ചേച്ചി? അന്നേരോ? ഞാൻ 11 വർഷമായിട്ടുണ്ടായിരുന്നു. ചേച്ചി എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? ഓ, ചേച്ചി 6 year ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും നാളുണ്ടായിട്ട് ഞാൻ പോരുന്നതിന് 2 വർഷം മുന്നേ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ആരായിരുന്നു? ചിഞ്ചു അല്ലേ? പെട്ടെന്നുണ്ടായൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു നമ്മുടെ 3 പേരും. അതെ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ചായ കുടിക്കാനായിട്ട് ഈവനിങ് പോയിരിക്കുക, പിന്നെ കുറേ സൊറ പറയുക. പിന്നെ ഒരു ദിവസം ഞാൻ ആലുവയിൽ വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ ഓരോ ദിവസം ചിഞ്ചു വിളിക്കും, ചേച്ചി ഇന്ന് എപ്പോഴാണ് വരണേ അല്ലെങ്കിൽ ചിഞ്ചുവിനെ വിളിക്കും. ചിഞ്ചുവിന് എപ്പോഴാണ് ഡ്യൂട്ടി? അപ്പോൾ ചിഞ്ചു പറയും ചേച്ചി മരിയെ വിളിക്കുക, മരിയെക്കൂടെ വിളിക്കും, മരിയക്ക് എപ്പോഴാണ് ഡ്യൂട്ടി. രസമായിരുന്നു. അതെ, അതുപോലെ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ കോട്ടൻ്റെയും ആൻറ്റിക്കിൻ്റെയൊക്കെ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ടു. ഒന്നും പർച്ചേസ് ചെയ്തില്ല, എല്ലാം നല്ല റേറ്റുള്ള ഏരിയാസാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് കണ്ടു കയറി ഇറങ്ങി വന്നത് മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് നേരത്തെ എയർപോർട്ടിൽ തിരിച്ചെത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ചായ കുടിച്ച് പിരിഞ്ഞു. ഈ സ്ട്രെസ്സിൻ്റെയും വർക്ക് പ്രഷറിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ഇതുപോലെ ഒന്ന് ചെറിയ ഔട്ടിങ് നടത്തുന്നതൊക്കെ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ വളരെ നല്ല കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വ്ളോഗാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.